Good morning all. Today I am going to discuss about external environmental analysis. First of all, let us talk about external environmental analysis. Unlike internal analysis, external analysis is less about the organization itself and more about its business environment, including its competitors. Then steps in external environmental analysis. First one scanning, second one monitoring, third one forecasting, and fourth one assessing. First step is environmental scanning. It is the process of gathering information about events and their relationship within an organization's internal and external environment. The basic purpose of environmental scanning is to help management to determine the future direction of the organization. Scanning may be approached in three distinct ways, namely irregular, regular, and continuous scanning. The following are the three methods of environmental scanning: irregular scanning system, regular scanning system, and continuous scanning system. എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് അവരുടെ ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ ഡയറക്ഷൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് 3 മെത്തേഡ്സിലൂടെയാണ് പോസിബിൾ ആവുന്നത്. ഫസ്റ്റ് വൺ ഇറഗുലർ, സെക്കൻഡ് വൺ റെഗുലർ, ആൻഡ് തേർഡ് വൺ കണ്ടിന്യൂസ് സ്കാനിങ് സിസ്റ്റം. ഇറഗുലർ സ്കാനിങ് സിസ്റ്റം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിന് ചില ഏർജൻറ്റ് ബേസിക്സിൽ മാത്രം റിവ്യൂ ചെയ്യുന്നതിനെയാണ് ഇറഗുലർ സ്കാനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ചില ക്രൈസിസ് വരുമ്പോൾ അല്ലെങ്കിൽ ചില ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം എൻവയോൺമെൻറ്റിനെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇറഗുലർ സ്കാനിങ് സിസ്റ്റം. ദെൻ റെഗുലർ സ്കാനിങ് സിസ്റ്റം. റെഗുലറായിട്ട് എൻവയോൺമെൻറ്റിനെ റിവ്യൂ ചെയ്യാണ്, അതായത് ഒന്നെങ്കിൽ ഇയർലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടേർലി ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റെഗുലർ സ്കാനിങ് സിസ്റ്റം. ദെൻ കണ്ടിന്യൂസ് സ്കാനിങ് സിസ്റ്റം. കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് എൻവയോൺമെൻറ്റിനെ മോണിറ്റർ ചെയ്യുകയും റിവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് സ്കാനിങ് സിസ്റ്റം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്. അണ്ടർ മോണിറ്ററിങ് സ്ട്രാറ്റജീസ് ഒബ്സർവ് environmental changes to see if an important trend is emerging from among those spotted by scanning. To be successful at monitoring, it is necessary for the firm to have the ability to interpret the different environmental events and trends. മോണിറ്ററിങ്ങിൽ സ്ട്രാറ്റജിസ്റ്റ് എൻവയോൺമെൻറ്റിനെ കണ്ടിന്യൂസ്ലി ആ എൻവയോൺമെൻറ്റിൻ്റെ ചേഞ്ചസ് ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തെങ്കിലും ന്യൂ ട്രെൻഡ്സ് അവർ സ്കാനിങ്ങിലൂടെ സ്പോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ന്യൂ ട്രെൻഡ്സ്, അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ന്യൂ ട്രെൻഡ്സ് എമേർജ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോണിറ്ററിങ് കണ്ടക്ട് ചെയ്യുന്നത്. മോണിറ്ററിങ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ആ ഫേമിൻ്റെ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ ഇവൻസിനെ കുറിച്ചും ഇവൻസ് ആൻഡ് ട്രെൻഡ്സിനെ കുറിച്ച് ഇൻ്റർപ്രിറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആ ഫേമിനുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് എൻവയോൺമെൻറ്റൽ ഫോർകാസ്റ്റിംഗ്. Forecasting is a way of estimating the future events that have a major impact on the enterprise. Environmental forecasting is a technique whereby managers attempt to predict the future characteristics of the organizational environment and hence make decisions today that will help the firm deal with the environment of tomorrow. അതായത് ഫ്യൂച്ചറിനെ എസ്റ്റിമേറ്റ് ചെയ്യാണ് ബേസ്ഡ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഡാറ്റാസ്. മാനേജേഴ്സ് അവരുടെ ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റൽ ഫോർകാസ്റ്റിംഗ്. ഇതിൽ മെയിനായിട്ടും 4 സ്റ്റെപ്സ് വരുന്നുണ്ട് എൻവയോൺമെൻറ്റൽ ഫോർകാസ്റ്റിങ്ങിൽ. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റെലവൻറ്റ് എൻവയോൺമെൻറ്റൽ വാരിയബിൾസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഓർഗനൈസേഷന് ഏറ്റവും മോസ്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സും വാരിയബിൾസും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ. Once the environmental variables are identified, വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് ദ ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ടു ബി കളക്റ്റഡ്, സെലക്ഷൻ ഓഫ് മെത്തഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സെലക്ഷൻ ഓഫ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്. തേർഡ് സ്റ്റെപ്പാണ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത്.
The choice of the forecasting technique depends on the nature of the forecast decision, the amount and accuracy of the available information, accuracy required, time available, importance of the forecast, cost, etc. ഇതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫോർകാസ്റ്റിംഗ് ടെക്നിക്സിൻ്റെ സെലക്ഷൻ. Then last step is monitoring. മോണിറ്ററിങ്ങിൽ വരുന്നത് ഓർഗനൈസേഷനിൽ ഈ എൻവയോൺമെൻറ്റൽ ഫോർകാസ്റ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വാരിയബിളും അതിൻ്റെ ട്രെൻഡും ചിലപ്പോൾ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ന്യൂ വാരിയബിൾസ് എമേർജ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും മോസ്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് അനലൈസ് ചെയ്ത് വാരിയബിൾസ് ചിലപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാതായും വരാം. അതുകൊണ്ട് തന്നെ മോണിറ്ററിങ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. ഇറ്റ് ഈസ് നെസസറി ടു മോണിറ്റർ വാരിയബിൾസ് ഇൻ ഈച്ച് സ്റ്റേജ്. ഇറ്റ് ഈസ് therefore necessary to monitor ചേഞ്ചസ് അനലൈസ് ചെയ്യാൻ മോണിറ്ററിങ് എസെൻഷ്യലാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ് ആണ്. ഫോർകാസ്റ്റിങ്ങിൻ്റെ കുറച്ച് ടൈപ്സ് പറയുന്നുണ്ട്. എക്കണോമിക് ഫോർകാസ്റ്റിംഗ്, സോഷ്യൽ ഫോർകാസ്റ്റിംഗ്, പൊളിറ്റിക്കൽ ഫോർകാസ്റ്റിംഗ്, ടെക്നോളജിക്കൽ ഫോർകാസ്റ്റിംഗ്. എക്കണോമിക് ഫോർകാസ്റ്റിൽ പറയുന്നത് എക്കണോമിക് ഫാക്ടേഴ്സാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ലൈക്ക് ജനറൽ എക്കണോമിക് കണ്ടീഷൻ, GDP ഗ്രോത്ത് റേറ്റ്, പെർ ക്യാപിറ്റ ഇൻകം, സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ GDP, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് ട്രെൻഡ്സ് ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആൻഡ് സബ് സെക്ടേഴ്സ്, അതേപോലെ തന്നെ പ്രൈസ് ട്രെൻഡ്സ്, ട്രേഡ് ആൻഡ് BOP ട്രെൻഡ്സ്. ഇതൊക്കെയാണ് മെയിനായിട്ടും എക്കണോമിക് ഫോർകാസ്റ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ ഫോർകാസ്റ്റ്. സോഷ്യലിൽ വരുന്നത് മെയിനായിട്ട് ഇതിൽ വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത്, അതേപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് ആണോ അതോ ഡിക്ലൈനിങ് ആണോ, എത്നിക് കമ്പോസിഷൻ, ലൈഫ് സ്റ്റൈല്, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, ആളുകളുടെ ഇൻകം ലെവൽ, ഇതൊക്കെ സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ ഫോർകാസ്റ്റ്. പൊളിറ്റിക്കൽ ഫോർകാസ്റ്റിൽ മെയിനായിട്ട് വരുന്നത് ചേഞ്ചസ് ഇൻ ദ റിലേറ്റീവ് പവർ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ അലയൻസസ് ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയോളജി. ഇറ്റ് ഓൾസോ കവർ ഇൻഡസ്ട്രിയൽ പോളിസി, കൊമേഴ്ഷ്യൽ പോളിസി, ഫിസിക്കൽ പോളിസി. ഇതൊക്കെ പൊളിറ്റിക്കൽ ഫോർകാസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ ടെക്നോളജിക്കൽ ഫോർകാസ്റ്റ്. ഇന്നോവേഷൻ ആൻഡ് അതർ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ക്യാൻ ഡ്രാസ്റ്റിക്കലി ആൾട്ടർ ദി ബിസിനസ് എൻവയോൺമെൻറ്റ്. വി നോ ടെക്നോളജി എന്ന് പറയുന്നത് ഡേ ബൈ ഡേ ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസും ടെക്നോളജിക്കൽ ഫോർകാസ്റ്റിങ്ങും വളരെ എസെൻഷ്യലാണ്. ഇതിൽ വരുന്നത് ടെക്നോളജിക്കൽ ഇന്നോവേഷനും അതേപോലെ തന്നെ പേസ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആൻഡ് പെനട്രേഷൻ ഓഫ് ടെക്നോളജീസ് ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻ. ഓരോ കാര്യങ്ങളിലും ടെക്നോളജി ഇത്രത്തോളം ചേഞ്ചസ് വരുന്നുണ്ടെന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജിക്കൽ ഫോർകാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അസസിങ്. അസസിങ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിലെ ഫൈനൽ സ്റ്റെപ്പാണ് അസസിങ്. The purpose of assessing is to determining the timing and significance of the effect of environmental changes and trends on the strategic management of the firm and specify their implication for the organization. ഓരോ കാര്യങ്ങളും അതിൻ്റെ ടൈമും സിഗ്നിഫിക്കൻസും ഒരു ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റുമായിട്ട് ഓരോ ഇവൻസിനെയും എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനൽ സ്റ്റെപ്പ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.